ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഞാൻ എല്ലാ ഇതിലും ഞാൻ പറയുന്നതാണ്, നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്താവും, നമുക്കൊരു കോൺഫിഡൻറ്റ് വരും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോട്ടക്സിൽ നമുക്ക് എന്താണ് ഡെമോ അക്കൗണ്ട് ഉണ്ട്. ആ ഡെമോ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല സുഖമുള്ള കാര്യമൊന്നുമല്ല. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് ഈസി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെയായിരിക്കും AI സിഗ്നൽസ്. ഓക്കെ, AI സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്യാവശ്യം നമുക്ക് നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ AI സിഗ്നൽസാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, AI സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ടെലിഗ്രാമിലേക്ക് ഇതേപോലെ സിഗ്നൽസ് വരും. ഓക്കെ, നിങ്ങളുടെ ടെലിഗ്രാം എന്നല്ല, നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് ഇതുപോലെ സിഗ്നൽസ് വരും. ഈ സിഗ്നൽ നോക്കിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ഓൾ ട്രേഡ്സ് അറ്റ് 1 മിനിറ്റ്. ഓക്കെ, എല്ലാ ട്രേഡും 1 മിനിറ്റാണ്. ടേക്ക് ട്രേഡ് നെക്സ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈഫ് ലോസ് യൂസ് 1 സ്റ്റെപ്പ് MTG. ഓക്കെ, ഈഫ് ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 സ്റ്റെപ്പ് MTG നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതങ്ങനെ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക, ചെറുപറാന്ന് പറഞ്ഞിട്ട് വരുമൊന്നുമില്ല. ഓക്കെ, നല്ല ആക്യുറസിയും കാര്യങ്ങളൊക്കെ നോക്കി നല്ല കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും സ്ട്രാറ്റജികളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങൾ കാണുക, അതാണ് മെയിനായിട്ട്. നിങ്ങൾ കാണുക ആദ്യം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഡെമോ അക്കൗണ്ട് ഉണ്ടല്ലോ, ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആ പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് നമുക്ക് പിന്നെ അത് കോൺഫിഡൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് സ്ട്രാറ്റജികൾ മനസ്സിലാക്കി പഠിക്കുക, അതിനുശേഷം അതിനെ പ്രാക്ടീസ് ചെയ്യുക, അതിന് ആ പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സിലായോ? എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്താവുള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറാൻ നമുക്ക് കഴിയുള്ളൂ. ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ, നമ്മൾ അഡ്വാൻസ് സിഗ്നൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലൈവ് സിഗ്നൽസൊക്കെ ഉണ്ടാവും. ഇനി AI സിഗ്നൽസും കൂടി ഉണ്ടാവും. AI സിഗ്നൽസ് നമ്മൾ മായാവി ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് നമുക്ക്. അതിൽ നമ്മൾ ഈ AI സിഗ്നൽസും കൂടെ ആഡ് ചെയ്യും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ടെലിഗ്രാം ചാനലും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളത് എന്ത് ചെയ്യുക, മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ടെലിഗ്രാമിൽ എന്താ പറയുക, ജോയിൻ ആകുക. എന്നിട്ട് അവിടുന്ന് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മായാവിൻ്റെ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കേട്ടോ, ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല, ഇന്ന് ഫ്രൈഡേ. അത് മാത്രമല്ല ഒരുപാട് എന്താ പറയുക ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് ട്രേഡ് ചെയ്തില്ല. എപ്പോഴും ട്രേഡ് ചെയ്യണം എന്നൊരു നിർബന്ധമൊന്നുമില്ല, എന്നും ട്രേഡ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എടുക്കുന്ന ട്രേഡ് പെർഫെക്റ്റായിട്ട് എടുക്കുക അതിലാണ് കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ പിന്നീട് മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ പോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. സിഗ്നൽ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു നിശ്ചിത ടൈമായിരിക്കും, 5 to 6 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു 1 hour ടൈം നമ്മൾ ഓൺ ചെയ്തിടും. ആ 1 hourൽ എത്ര സിഗ്നൽസ് വരുന്നു ആ സിഗ്നൽസ് മുഴുവൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ല 24 hours ഓൺ ചെയ്തിട്ടിട്ട് എന്താ പറയുക, കിട്ടിയ പ്രോഫിറ്റ് മുഴുവൻ കൊണ്ടേ കളയുന്ന പരിപാടിയല്ല. വളരെ കൃത്യതയോടുകൂടിയും വളരെ ഇതോടുകൂടിയും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ,
അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പോസ് ചെയ്യണം ഈ വീഡിയോ. നമുക്ക് സിഗ്നൽ വരുമ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, അധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ സിഗ്നൽ വന്നു. ഓക്കെ, സിഗ്നലിൻ്റെ ഒക്കെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതുവരെ സിഗ്നൽ വന്നില്ല കേട്ടോ, ഇതുവരെ സിഗ്നൽ വന്നില്ലേ, വെയിറ്റ് ചെയ്യാം. സിഗ്നൽ വരുമ്പോൾ നമ്മൾ ഏത് പെയറിലാണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കണം. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടിരിക്കാം. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡയറക്ഷൻ കാണിക്കും, മനസ്സിലാവുന്നുണ്ടോ? അതുണ്ടോ, ഇപ്പോൾ ഒരു പെയറിൻ്റെ പേരും ഇവിടെ കണ്ടോ ഡയറക്ഷൻ കാണിക്കുന്നുണ്ടോ? അതേപോലെ ഡയറക്ഷൻ കാണിക്കും. ഏതാണ്? BRL. ഓക്കെ, പെട്ടെന്ന് തന്നെ BRL എടുക്കുന്നു. എങ്ങോട്ടാണ്? ഡൗണിലേക്ക്, പുട്ട്. ഓക്കെ, നോക്കിയോ, പുട്ടിലേക്ക്. പുട്ടിലേക്ക് നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ലോസ് ആവുകയാണെങ്കിൽ മാത്രം 1 സ്റ്റെപ്പ് MTG എടുക്കുക. അത്ര മതി. ലോസ് ആവുകയാണെങ്കിൽ 1 സ്റ്റെപ്പ് MTG എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. വേറെ എന്താ ഉള്ളത്? വെയിറ്റ് ചെയ്യൂ. സോ ഇത് ട്രേഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് 100% ഒന്നും പറയാൻ പറ്റില്ല. 100% നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രാറ്റജികൾ ഇതിൽ ഒരുപാട് ഇപ്പോൾ ഉപയോഗിക്കുന്ന AI-യിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സുകളും ഒരുപാട് സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ലാസ്റ്റ് മൂമെൻറ്റിൽ എന്തായി? അവിടെ നമുക്ക് ലോസ് തന്നു, മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റ് മൂമെൻറ്റിൽ നമുക്ക് ലോസ് തന്നു എന്നുവെച്ചാൽ MTG എടുക്കാൻ പറഞ്ഞു. നമ്മൾ MTG എടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ എന്താ നിവൃത്തി? ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് സ്ട്രാറ്റജികൾ, ഒരുപാട് പ്രൈസ് ആക്ഷൻസ് സ്ട്രാറ്റജികൾ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് 100% ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 100% എടുക്കുന്ന ട്രേഡുകൾ മുഴുവനും വിന്നാവും? ഇല്ല, ഒരിക്കലുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഒരെണ്ണം ലോസായി അല്ലേ? ഇപ്പോൾ ലോസായില്ലേ? ആ ലോസ് നമ്മൾ റിക്കവർ ചെയ്യാൻ എന്ത് ചെയ്തു? നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ MTG എടുത്തു, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് അല്ലെങ്കിൽ എടുക്കുന്ന ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ ആ ലോസിനെ റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. എങ്ങനെ പറ്റണം? നിങ്ങൾ MTG എടുക്കണം. ഇപ്പം നോക്കിക്കേ, മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് 1 അവർ ഓൺ ചെയ്യും. 1 അവറിൽ 10 സിഗ്നൽ കിട്ടണമെങ്കിൽ ഓക്കെ, 1 അവറിൽ 3 സിഗ്നലാണെങ്കിൽ അത് ഓക്കെ, 1 അവറിൽ 1 സിഗ്നലാണെങ്കിൽ അത് ഓക്കെ. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ AI സിഗ്നൽസ് നമ്മൾ ചെയ്യുന്നത്. ലൈവ് ഉണ്ടാവും, ഓക്കെ, അഡ്വാൻസ് സിഗ്നൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ AI സിഗ്നൽസും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഓരോ സമയത്തും നമ്മുടെ എന്താ പറയുക നമ്മുടെ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ടെക്നോളജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക പുതിയ ഇപ്പോൾ AI-ൻ്റെ കാലമല്ലേ, ഫുൾ AI ആണ്. എവിടെ നോക്കിയാലും AI, എങ്ങോട്ട് തിരിഞ്ഞാലും AI, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക? നമ്മളും AI-ൻ്റെ പുറകെ പോവുക. ഓക്കെ, നമുക്കത് മോശമാണെങ്കിൽ എന്ത് കാര്യം നമ്മൾ ചെയ്തു നോക്കുക. നമുക്കത് മോശമാണെങ്കിൽ മാത്രം നമ്മളെന്ത് ചെയ്യുക? ആ ഭാഗത്തേക്ക് നമ്മൾ പിന്നെ നോക്കണ്ട. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒരു ഇതുണ്ടല്ലോ, ഞാനൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനൊരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനൊരു പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രം ഞാൻ ഓക്കെ അത് പഠിച്ചു കഴിഞ്ഞു ഇനി ഞാനൊന്നും അങ്ങനെയല്ല, അങ്ങനെ ആവരുത്. നമ്മൾ ലോകം മാറുന്നതിനനുസരിച്ച്, അതിൻ്റെ ഡെവലപ്പിനനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മളും ഒപ്പം പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലായിടത്തും AI ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, കുറച്ച് എഫേർട്ടിനെ ഓക്കെ ആ എഫേർട്ടിനെ കുറച്ച് കുറയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, ഇവിടെയും എന്താണ് നമ്മുടെ വൺ സൈഡിൽ നമ്മുടെ എന്താ പറയുക സ്ട്രെസ്സും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫൈൻഡ് ഔട്ട് അവിടെ ചിന്തിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു സിഗ്നൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് നമ്മൾ എന്താ പറയുക ഈ ഗ്രാഫ് വരയ്ക്കാനും അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ വരയ്ക്കാനും ഇതിനൊക്കെ അതും നമ്മൾ വേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്ന് വിചാരിച്ചത് 100% അല്ല, 100% പൂർണ്ണതയല്ല. ഓക്കെ, അത് ഒരു ലോകത്തിൽ ഒരാൾക്ക് പോലും പറ്റില്ല. ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയുന്നത് ദൈവം ഒഴിച്ചിട്ട് വേറെ ആർക്കും സാധിക്കില്ലത്. മനസ്സിലാവുന്നുണ്ടോ? ട്രേഡ് ചെയ്താൽ ലോസ് വരും. ആ ലോസിനെ റിക്കവർ ചെയ്യാനുള്ള ഐഡിയ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? ക്യാപിറ്റൽ ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ എല്ലാം തികഞ്ഞൊരു സാധനം ഇതാണ്, എല്ലാം തികഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആണ്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ സോഫ്റ്റ്വെയർ ഫുള്ള് ലോസ് ചെയ്ത് തരുള്ളൂ എന്ന് പറഞ്ഞാലും അത് ശരിയല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് ഫുള്ള് പ്രോഫിറ്റ് ചെയ്ത് തരുള്ളൂ അതും ഒരിക്കലും ഇല്ല. ലോകത്തിൽ ഏതായാലും ട്രേഡർ മാനുവൽ ട്രേഡ് ചെയ്താലും എങ്ങനെ ട്രേഡ് ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു സിസ്റ്റം ലോകത്തില്ല. ലോസും വിന്നും ഒക്കെ വന്നിട്ടുള്ളതാണ് എന്ത് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് വരുന്ന ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിക്കവർ ചെയ്യണം. അത് MTG ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടോ. IDR നമ്മൾ നോക്കാം. IDR നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സിഗ്നൽ വന്നു. IDR എങ്ങോട്ടാണ്? അപ്പിലേക്ക്. ഓക്കെ, അപ്പിലേക്ക് പറഞ്ഞെടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പ്രൈസ് ആക്ഷൻ്റെ ഇതിൽ ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ കൂടെ ഒരു റെഡ് ക്യാൻഡിൽ കൂടെ വരണം. പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി ഉണ്ടാവും. മനസ്സിലാവുന്നല്ലോ? ഏകദേശം 17 സ്ട്രാറ്റജി ഇതിലുണ്ട്. 17 സ്ട്രാറ്റജിയിലാണ് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവണമെന്ന് നോക്കാം. ഓക്കെ, പ്രൈസ് ആക്ഷനിൽ ഇതൊന്നും കൂടി അവിടെ വന്ന് ഇവിടെ ഈ ഒരു ക്യാൻഡിലില്ലേ, ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് റിജക്ഷൻ എടുത്ത് പോകണം. അതാണ് പ്രൈസ് ആക്ഷൻ വരുന്നത് അല്ലേ? പക്ഷേ അതല്ലാതെ എന്താണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ എന്താ പറയുക ബോളിഞ്ചർ ബാൻഡ്സ്, അതുപോലെ തന്നെ ഫിബനാച്ചി, അതുപോലെ തന്നെ എന്ന് വേണ്ട സംഗതികൾക്ക് ഒരുപാട് സംഗതികൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതിലാണ് നമുക്ക് ആവുന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നോക്കിയോ? ഓക്കെ, ഇവിടെയും നമ്മൾ MTG എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയും നമ്മൾ MTG എടുത്തു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരണത്, ഈ ഒരു ഭാഗത്തേക്ക് ഇത് വരണം, ഇവിടെ വരണം, ഇത് ഈ ഒരു ഇതിൽ വരണം. ഓക്കെ, നമ്മൾ മാനുവൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഈ ഒരു ഭാഗത്ത് ഇത് ഞാനിപ്പോൾ ഇത് ഇവിടെ ഇട്ടേക്കാം, ഒരു അലർട്ട് ഇട്ടേക്കാം. അലർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ നോക്കിക്കേ, ബാക്കിയുള്ള സ്ട്രാറ്റജിയൊക്കെ അപ്പിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയുള്ള പരിപാടി. വേറെന്ത് പരിപാടിയുള്ളത്? ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. നോക്കുക, നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഇത് ഇങ്ങനെ വരുന്നു, നിങ്ങൾ വേഗം ട്രേഡ് എടുക്കുക. പിന്നെ ഇത് ഏത് പെയറിലൊക്കെ എടുക്കേണ്ടതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞുതരും. ഒരു 4-5 പെയറിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഒരു 5 പെയറിൻ്റെ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും 5 പെയറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ? പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിക്കേ, ഇതും MTG. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിൾ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതിൽ വരുന്നത് മാത്രം എടുക്കുക. ഇത് ലോസ് ആണെങ്കിൽ അങ്ങ് MTG എടുക്കുക. അങ്ങനെ മാത്രം അതേ ആ ഒരു അച്ചടക്കത്തിൽ ഡിസിപ്ലിനിൽ മാത്രം ട്രേഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കയ്യിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരി. എന്നാൽ താല്പര്യമുള്ളവർ പെട്ടെന്ന് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാം ചെയ്തോളൂ. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഒരാളുടെ അടുത്ത് നിന്ന് 1 രൂപ മേടിക്കുന്നില്ല. ഇതൊക്കെ ഫ്രീ ആണ്. ഓക്കെ, ഒന്നിനും ഒരു എണ്ണത്തിന് പോലും ഇതിന് ആ ചാർജ്, ഈ ചാർജ്, മറ്റേ ചാർജ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഫുൾ അബ്സല്യൂട്ട്ലി ഫ്രീ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.